പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇയർബഡ്സോ അല്ലെങ്കിൽ നമ്മുടെ ഈർക്കലിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ചെവി ക്ലീൻ ചെയ്യാന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. ഇയർബഡ്സ് കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളത് കണ്ടുകൊണ്ടല്ല ക്ലീൻ ചെയ്യുന്നത്. ഇയർബഡ്സ് എന്നാൽ നമ്മുടെ ചെവിയുടെ ഇയർ കനാലിൻ്റെ ഒരു അതേ സൈസിലുള്ള ഒരു സാധനമാണ്. അത് ഇയർ കനാലിൽ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ചെവിയിലുള്ള ഇയർ വാക്സ് എന്ന ചെവിക്കായം അത് ഉള്ളിലോട്ട് തള്ളി പോവുകയും അതേപോലെ തന്നെ ഈ ബഡ്സ് കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇയർ കനാലിൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇയർ വാക്സ് ഇല്ലെങ്കിൽ ഇയർബഡ്സ് ഉള്ളിലോട്ട് പോയിട്ട് ഇയർ ഡ്രമ്മിന് ചെവിയുടെ പാടെ വരെ ഇഞ്ചുറി ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഈ ഇയർ വാക്സ് എന്നുള്ളത് ചെവിക്കായം എന്നുള്ളത് നോർമൽ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. ഇയറിന്റെ നോർമൽ ബോഡി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് അതുപോലെ തന്നെ വീണു പോകുന്നു. മോസ്റ്റ്ലി ആൾക്കാർക്ക് അത് തന്നെ വീണു പോകും. ഇനി അതിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് അത് ക്ലിയർ ആവാത്ത ചില കണ്ടീഷൻ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു 6 മന്ത്ലി കൂടുമ്പോൾ ഒരു ENT ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം അത് ക്ലീൻ ചെയ്യാനായിട്ട്.